ഹായ് എവ്രി വൺ. ഇന്ന് ഷയാസിക്കായും ഹൈസാബിയൊക്കെ പോയി അതിനുശേഷം തുടങ്ങുന്നൊരു വ്ളോഗാണ്. ഇന്ന് ഉമ്മി വരുന്നുണ്ട്, ഉമ്മിയും ഇജാസും ആമിയും വരുന്നുണ്ട്. ഹൈസാബിയുടെ നാളെ ഈദ് ഫെസ്റ്റിവലാണ്, അത് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. മോളുടെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ചേർന്നുള്ളൊരു കുഞ്ഞു വ്ളോഗ്. ഉമ്മി വരുന്നതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഉമ്മിക്കും ഇജാസിനും ഒക്കെ കുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ എപ്പോഴും ആരെങ്കിലും വരിക എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്യാറാണ് പതിവ്. ഇന്ന് ഞാൻ നെയ്ച്ചോറ്, ബീഫ് കറി, പപ്പടം, സാലഡ്, അച്ചാർ ഒക്കെ കുക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഉമ്മി ഇജാസും മാമിയൊക്കെ വന്നു. 3:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. കാര്യം നല്ലോണം വിശന്ന് വലഞ്ഞാണ് വന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഉമ്മിക്ക് ഇജാസിനും ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് നെയ്ച്ചോറ്, ബീഫ്, ചിക്കൻ ഫ്രൈ, സാലഡ്സ്, കസ്റ്റാർഡ്, ലെമൺ മിൻറ്റ് ടീ, സൂപ്പ്, പപ്പടം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവർ കഴിച്ചിട്ട് കൊള്ളാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ചായ കുടിച്ചു. അതിനുശേഷം ഷാസ്ക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഷാസ്ക വന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ച് അന്നത്തെ ദിവസം പോയി. ഹായ് എവ്രി വൺ, ഇത് ഹൈസാബിയുടെ ഡാൻസ് പ്രോഗ്രാം ഡേ ആണ്. ഇതാണ് ഹൈസാബിയുടെ ഡ്രസ്സ്. ഇതും ബ്ലാക്ക് ഷൂവും വൈറ്റ് സോക്സും. അപ്പോൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് പോകാനാണ് മാം പറഞ്ഞത്. അവിടെ ചെന്ന് ആക്സസറീസൊക്കെ ഇടാമെന്ന്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഇതാണ് ഹൈസാബിൻ്റെ ഡ്രസ്സ്. ഇനി ഹൈസ ഒരുങ്ങുന്നത് കാണാം. ഹൈസാബിൻ്റെ ഡാൻസ് ആണോ? തിരിച്ച് കളിക്കണം കേട്ടോ. എങ്ങനെയാണ് കളിക്കുന്നത്? കുലുങ്ങി നല്ലോണം. ഓഡിറ്റോറിയത്തിൽ കയറുന്നതും അവിടെ ടീച്ചേഴ്സും ആൻറ്റിമാരും എല്ലാം നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഹൈസാബിയെ എല്ലാവരും ഗ്രീറ്റിങ്സ് ഒക്കെ പറഞ്ഞ് വെൽക്കം ചെയ്തു. ക്ലാസ് ടീച്ചർ വന്ന് നമുക്ക് സ്പേസ് കാണിച്ചു തന്നു ഓഡിറ്റോറിയത്തിൻ്റെ. പ്രോഗ്രാം തുടങ്ങുന്നതിന് 20 മിനിറ്റ്സ് മുന്നേ ടീച്ചേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പിള്ളേരെ ഹാൻഡ് ഓവർ ചെയ്ത് മേടിക്കും. കാര്യം അവർക്ക് മേക്കപ്പ് ഇടാനും ആക്സസറീസ് ഒക്കെ ഇട്ട് ഒന്നും കൂടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിൻ്റെ ബാക്ക് സീറ്റ്സിൽ സൈഡിലായിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രീൻ റൂമിന് ഈസി ആക്സസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഹൈസാബിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ധ്രുവ, ഇസബൽ, ജാനകി, അങ്ങനെ അവരുമൊക്കെ ആയിട്ട് ഹൈസാബി കുറേ നേരം കളിച്ച്. പിന്നെ ഷയാസിക്ക, ഇജാസിനെ അവർ പോയി കണ്ടു. അതിനൊക്കെ ശേഷം മാം എല്ലാവരെയും ലൈനപ്പാക്കി ഗ്രീൻ റൂമിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇനി മേക്കപ്പും ആക്സസറീസൊക്കെ ഇട്ടതിന് ശേഷമാണ് പ്രോഗ്രാം തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈസാബിയെ ഞാൻ മാമിനെ ഏൽപ്പിച്ചതിന് ശേഷം ഷയാസിക്കയുടെ ഇജാസിൻ്റെ അടുത്ത് പോയിരുന്നു. ഉമ്മി ആമി ഇരിക്കുന്നിടത്ത് എനിക്ക് സ്പേസ് ഇല്ലായിരുന്നു. ഹൈസായുടെ ഡാൻസ് വരാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു ഇരുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഹൈസായുടെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. എനിക്ക് മൊത്തത്തിലൊരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, നെർവസ്നെസ്, ഹാപ്പി എല്ലാം കൂടെ ചേർന്ന്. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ വെൽക്കം ഡാൻസ് കൊണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഹൈസാബിൻ്റെ ഡാൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. Your dear children are here to rock the stage. With me are two lovely teachers, Lakshmi ma'am and Vrinda ma'am, who will be taking on from here. I leave you with these ladies to introduce the rest of the programs. Thank you, Mary ma'am. This historic day belongs to you, dear parents. And this has been possible only because our lovely children. Please put your hands together for Jasmine Group of Eastport. Thank you.
in the sunlight and to find joy in little things. And no matter what happens, they keep the song alive in their hearts. So true, urging your heart to sing in the morning, noon and evening. We have the Lilies of Nursery East Fort with a playful, lively dance just for you. To keep the song alive in our hearts too, please give them a round of applause. ഒന്ന് ആരൊക്കെ കൈ തട്ടിയേ, കുഞ്ഞു മക്കളല്ലേ, ഒന്ന് നന്നായി അങ്ങനെ പിന്നെ ഡാൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ റൂമിൽ നിന്ന് ഹൈസാബിയെ പിക്ക് ചെയ്തു. ഇജാസിനെ കണ്ടപ്പോൾ തന്നെ ഹൈസാബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിസ്ക്കറ്റ്സും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഇസബലിൻ്റെ കൂടെയും അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോയി. ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ അവൾ പെർഫോം ചെയ്തു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി, നല്ല പ്രൗഡ് ഫീലിംഗ് തോന്നി എനിക്ക്. അങ്ങനെ അതിന് ശേഷം ഹൈസായെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഷാസൊക്കെ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞ് ഒരു വൈകിട്ടായപ്പോഴത്തേക്കും ഞാനും ഇജാസും ആമിയും ഒക്കെ കൂടെ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളടത്ത് പോയി. പിന്നെ ഉമ്മീൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടി സലൂണിലും പോയി. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.